പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പോട്ട് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ആ വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം ഫെവിക്രിലിൻ്റെ ഈ വൈറ്റ് പെയിൻ്റാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. നമ്മൾ ഈ പോട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇലയിലും മുന്തിരിക്കുലയിലും വള്ളിയിലും എല്ലാം ഈ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. സാധാരണ പോലെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇത്തിരി പോട്ടിന്മേലൊക്കെ കുറച്ച് പറ്റിപ്പോയി എന്നൊക്കെ കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ പോലെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഏറ്റവും അവസാനം നമ്മൾ അതെല്ലാം ശരിയാക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ പോട്ടിൻ്റെ എല്ലാ വശത്തും വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുന്തിരിയിലാണെങ്കിലും ഇലയിലാണെങ്കിലും അതിൻ്റെ കളറ്, മുന്തിരി കളറോ മുന്തിരിയുടെ കളറ് അതിൻ്റെ ഒറിജിനൽ കളറ് നമ്മളിപ്പോൾ അങ്ങ് ചെയ്യാൻ നോക്കുകയാണ്. ഇലയ്ക്കൊക്കെ പച്ച നിറം അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമ്മുടെ ഭാവനയ്ക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുന്തിരിയുടെ കളറിന് വേണ്ടിയിട്ട് ഈ നീലയും ഈ റെഡും കൂടി ചേർന്ന് മിക്സ് ചെയ്ത് നമുക്ക് മുന്തിരിക്കുലയുടെ ആ പഴുത്ത മുന്തിരിയുടെ നിറം കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആ നീല അല്പം എടുത്തു, കുറച്ചെടുത്തു. അത് ആ ബ്രഷൊന്ന് തുടച്ചെടുത്ത് നിറം ആ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് റെഡും കൂടി എടുത്തു. നമ്മൾ മിക്സ് ചെയ്യുവാണ്. ഒന്ന് മിക്സ് ചെയ്യാം നമുക്കത് നന്നായിട്ട്. കുറച്ച് ഡാർക്ക് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മുന്തിരിയുടെ നിറത്തിനേക്കാളും അല്പം കൂടി ഡാർക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒന്നുകൂടി മിക്സ് ചെയ്ത് നോക്കാം. അതെ, കുറച്ച് ഡാർക്കായിട്ട് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കൂടി ചേർത്ത് നോക്കാമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൈറ്റായിട്ട് കിട്ടും. മുന്തിരിയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിലേക്ക് മിക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ മിക്സ് ചെയ്യുവാണ് നമ്മൾ. ഇനി അല്പം റെഡ് കളർ കൂടി ചേർക്കാം. പഴുത്ത മുന്തിരിയുടെ ഒരു കളർ കിട്ടും. എന്നിട്ടും നമ്മൾ ശരിയായില്ലെങ്കിൽ കുറച്ച്, ഇപ്പം നമുക്കൊരു നീല നിറം കൂടിപ്പോയെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് റെഡ് ചേർക്കാം. അപ്പോൾ ആ ഒരു ശരിയായ കളറ് നമ്മളത് മിക്സ് ചെയ്ത് നോക്കണം. നമ്മളതനുസരിച്ച് ഈ നീലയും റെഡും കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അവസാനം നമുക്കതിൻ്റെ കളർ കിട്ടും. ഏകദേശം കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മുന്തിരിക്കുലയിൽ ഒരു മുന്തിരിയിലൊന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. കൊള്ളാം. ഏകദേശം മുന്തിരിയുടെ ഒരു കളറൊക്കെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുഴുവൻ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. മുന്തിരിയുടെ കളറ് ഇപ്പോൾ ഏകദേശം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുന്തിരിയുടെ പുറത്തേക്ക് ചെറുതായിട്ട് റെഡ് കളറൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതാ ഇപ്പോൾ നമ്മുടെ മുന്തിരി കളറ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലകൾക്കും വള്ളികൾക്കും നിറം കൊടുക്കുന്നതിന് വേണ്ടി പച്ച നിറം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം.
നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പോട്ടിന്മേൽ അവിടെ ഇവിടെയായിട്ട് പെയിൻറ്റുകൾ പറ്റിയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. നമുക്ക് അതൊക്കെ ഒന്ന് നീക്കി കളയണം. അതിനുവേണ്ടിയാണ് നമുക്കിനി ഫൈനൽ ടച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബ്ലാക്ക് കളർ കൊണ്ട്, ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് നമ്മളിവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് പോട്ടിൻ്റെ വർക്ക് മുഴുവൻ തീരും. നമുക്കങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ കുഞ്ഞു പോട്ട് ഒരു കുഞ്ഞു ഡിസൈനുമായിട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ഒന്ന് ചെയ്തു നോക്കണം. ചെറിയൊരു പോട്ട് ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ട് കുറച്ച് പെയിൻറ്റും ബ്രഷും വാങ്ങി മാത്രം മതി. ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് പെയിൻറ്റൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാം. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി കേട്ടോ.